ഗവർണറുമായി കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. വി ഡി സതീശന്റെ മന്ത്രിസഭയിൽ ആരൊക്കെയാകും മന്ത്രിമാർ എന്നൊക്കെ അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. എന്തായാലും ആരൊക്കെയാകും ഇനി മന്ത്രിസഭയിലെ മന്ത്രിമാരെന്നും ഇനി അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അതൊക്കെ മന്ത്രിമാരെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ. ആരാകും ഡെപ്യൂട്ടി സ്പീക്കർ, ആരാകും സ്പീക്കർ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ടീം UDF-നുള്ളിൽ തന്നെ ചില തർക്കങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ ഈ ഒരു മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം അനുനയ ചർച്ചകളിലൂടെ എല്ലാം പരിഹരിച്ച ശേഷമാണ് ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കടന്നിരിക്കുന്നത്. ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ചർച്ചയ്ക്കും ഒക്കെ ശേഷമായിരിക്കും ഈ ഒരു മന്ത്രിമാരുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. എന്തായാലും IC ബാലകൃഷ്ണനും KA തുളസിയും മന്ത്രിമാരാകുമെന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. ഇത് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമാണ്. ഈ ഒരു നിർദ്ദേശം ഹൈക്കമാൻഡ് അംഗീകരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ബിനോയ്, ഈ മാണി സി കാപ്പന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ടേം വ്യവസ്ഥയുടെ കാര്യത്തിൽ അനൂപ് ജേക്കബിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ മാണി സി കാപ്പന്റെ കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും UDF എടുത്തിട്ടുണ്ടാവുക? മാണി സി കാപ്പനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ പദവി അദ്ദേഹത്തിന് നൽകും. അങ്ങനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഇപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനം. എന്തായാലും നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിമാരുടെ പട്ടിക കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇനി വകുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പിന്നീടായിരിക്കും ചർച്ച ചെയ്യുക. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. ഈ കാണുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ലോക് ഭവനിൽ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഈ വിശദമായ പട്ടികയും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ലോക് ഭവൻ അധികൃതർ ചേർന്നാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഏകദേശം ഒരു 10-15 മിനിറ്റിൽ തന്നെ ഈ കൂടിക്കാഴ്ച അവസാനിക്കും. വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്കൊന്നും പോകാനുള്ള സാധ്യത ഉണ്ടാകില്ല. കാരണം ഇനി ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും ഈ മറ്റുള്ള കാര്യങ്ങൾ, നയപ്രഖ്യാപന പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവർണർ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രമേ ചർച്ച ചെയ്യുകയുള്ളൂ. പക്ഷേ പൂർണ്ണ തോതിലുള്ള പട്ടിക കൈമാറിയോ അതോ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘടകകക്ഷികളുടെ നേതാക്കന്മാരുടെ പട്ടിക കൈമാറിയോ എന്നുള്ള കാര്യത്തിലൊക്കെ ചില സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇപ്പോൾ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് നിയുക്ത മുഖ്യമന്ത്രി കൈമാറി കഴിഞ്ഞിരിക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഈ ചില ഘടകകക്ഷികൾക്ക് അവർക്ക് വകുപ്പുകൾ വിട്ടുകിട്ടുന്നതിലും പുതിയ വകുപ്പുകൾ വേണ്ടിയും വലിയ തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ മന്ത്രിമാരുടെ വകുപ്പുകൾ ചേർത്തുള്ളൊരു പട്ടിക നൽകാനുള്ള സാധ്യത വിരളം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം RSPക്ക് തൊഴിൽ വകുപ്പ് വേണ്ട എന്ന് അവർ മുന്നോട്ടൊരു ആവശ്യം വെച്ചിരുന്നു. അത് എത്ര കണ്ട് UDF അംഗീകരിക്കും? അങ്ങനെയാണെങ്കിൽ അവർക്ക് പുതിയ വകുപ്പായി അവർ ആവശ്യപ്പെട്ടിരുന്നത് ജലവിഭവ വകുപ്പായിരുന്നു. അത് നൽകാൻ തയ്യാറല്ല എന്ന് ജോസഫ് വിഭാഗം പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് അവരുടെ കൈവശം ഉണ്ടായിരുന്ന വകുപ്പ് ജലവിഭവ വകുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഈ വകുപ്പുകൾ വീണ്ടും കിട്ടുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഉണ്ട്. അത്തരം ചർച്ചകളൊക്കെ പൂർണ്ണതോതിൽ പരിഹരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയാണ് അതെങ്ങനെയായിരിക്കും പരിഹരിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ ചർച്ച നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മന്ത്രിമാരുടെ പട്ടിക തയ്യാറാക്കി ലോക് ഭവനിൽ നിയുക്ത മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഇതുമായി സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് അവർ കടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അതേസമയം രാവിലെ ഘടകകക്ഷികളുമായുള്ള ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ കോൺഗ്രസിലേക്കുള്ള ചർച്ചയിലേക്ക് വന്നപ്പോഴാണ് ഏറ്റവും വലിയ വിഷയമായി വയനാടും കോഴിക്കോടുമൊക്കെ ഉയർന്നു വന്നത്. വയനാടിൽ T സിദ്ദിഖിന് പേര് ഉൾപ്പെടുന്ന കാര്യത്തിലായിരുന്നു പ്രധാന ചർച്ച. T സിദ്ദിഖിനെ ഉൾപ്പെടുത്തുമ്പോൾ അതിലെ മുസ്ലിം പ്രാതിനിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും അവസാന ഘട്ടത്തിൽ AICC ഹൈക്കമാൻഡ് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് T സിദ്ദിഖിനെ കൂടി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താൻ ഒരു ധാരണയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നുള്ള പരിഗണന എത്തുമ്പോഴേക്കും അത് കൃത്യമായും IC ബാലകൃഷ്ണൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം ചില ഗ്രൂപ്പ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. അത്തരം ഒരു നിർദ്ദേശം ഉയർന്നു വന്നപ്പോഴേക്കും അവിടെ ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ച് വീണ്ടും കോൺഗ്രസിനകത്ത് തന്നെ ചർച്ച വരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ KE തുളസിയും ഒപ്പം തന്നെ
IC ബാലകൃഷ്ണനും ഈ ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. മറ്റ് മന്ത്രിമാരുടെ വകുപ്പുകൾ, മറ്റു മന്ത്രിമാരെ കുറിച്ചുള്ള ഒരു പൂർണ്ണ രൂപം ഇനി ഗവർണറെ കണ്ടതിന് ശേഷം നിയുക്ത മുഖ്യമന്ത്രി പുറത്തു വന്നതിന് ശേഷം പറയുമ്പോൾ മാത്രമായിരിക്കും അത്തരത്തിലൊരു പൂർണ്ണ വിവരം ലഭിക്കുക. അതല്ലെങ്കിൽ ഒരു പക്ഷേ KPCC ആസ്ഥാനത്ത് നിന്നും ഒരു പത്രക്കുറിപ്പായിട്ടായിരിക്കും നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ ലിസ്റ്റ് പുറത്തേക്ക് വരിക. നിലവിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും സംശയങ്ങളും ഒക്കെ മന്ത്രിമാരുടെ ലിസ്റ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ അവസാന നിമിഷം വരെയും കോൺഗ്രസിലെ മന്ത്രിമാർ ആരായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ചർച്ചകൾ ഏതൊക്കെ തരത്തിൽ ഒരുപാട് ആളുകളുടെ അല്ലെങ്കിൽ ഒരുപാട് MLA-മാരുടെ പേരുകളിലൂടെ പരിഗണിക്കാതെയും പരിഗണിച്ചുമൊക്കെ കടന്നുപോയിരുന്നെങ്കിൽ തന്നെയും അവസാനം ചില ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായിട്ട് ചില പേരുകൾ കൂടി പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പേരുകളിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, മുതിർന്ന നേതാക്കന്മാർ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അന്തിമമായ വിവരം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പുറത്തേക്ക് വരണം. അതല്ല എന്നുണ്ടെങ്കിൽ KPCC-യിൽ നിന്നുള്ള അറിയിപ്പായി ഈ വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഗവർണറുടെ വസതിയിൽ എത്തിയിട്ടുണ്ട്. ഗവർണറുമായി കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു മന്ത്രിമാരുടെ പട്ടികയൊക്കെ കൈമാറിയിരിക്കുകയാണ്. ഇനി ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ മന്ത്രിസഭയിൽ ആരൊക്കെ മുഖ്യമന്ത്രിമാരാകും, അവരുടെ വകുപ്പുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ VD സതീശൻ തന്നെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇനി ആരൊക്കെയാണ് മന്ത്രിമാരെന്നുള്ളൊരു കാത്തിരിപ്പ് കൂടിയാണ്. എന്തായാലും IC ബാലകൃഷ്ണനും KA തുളസിയും ഒക്കെ മന്ത്രിമാരാകുമെന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. കൽപ്പറ്റയിലെ നിയുക്ത MLA ആയിട്ടുള്ള T സിദ്ദിഖും AICC-യുടെ ഇടപെടലോടുകൂടി തന്നെ മന്ത്രിമാരാകുമെന്നൊരു വിവരമൊക്കെ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ മന്ത്രിസഭയിൽ ആരൊക്കെ മന്ത്രിമാരാകുമെന്നതിൽ ഒരു പൂർണ്ണ രൂപം ലഭിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾ നൽകിയത് D ബിനോയാണ്. കോഴിക്കോടിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലെന്നാരോപിച്ച് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. പാറക്കൽ അബ്ദുള്ളയെ മന്ത്രി